കുഞ്ചാക്കോ ബോബൻ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ പ്രൊഡ്യൂസർമാർക്ക് എന്തായിരിക്കും പറയാനുള്ളത്? അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുന്നതിന് മുൻപ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞാലോ? ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again. ഫെബ്രുവരി മാസത്തിൽ റിലീസായ സിനിമകളുടെ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടിരുന്നു. അതിൽ തിയേറ്ററിൽ വിജയം കൊണ്ട പടം കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെന്നായിരുന്നു കണക്കുകൾ. 13 കോടി ബഡ്ജറ്റിലൊരുങ്ങിയ പടം 11 കോടി വരെ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത്. എന്നാൽ ഈ റിപ്പോർട്ട് തള്ളുകയാണെന്നാണ് ചിത്രത്തിലെ നായകനായ കുഞ്ചാക്കോ ബോബൻ്റെ അഭിപ്രായം. സിനിമയുടെ ബഡ്ജറ്റ് 13 കോടിയല്ലെന്നും അതിനേക്കാൾ കൂടുതലാണെന്നുമാണ് കുഞ്ചാക്കോ ബോബൻ പറയുന്നത്. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ലഭിച്ച തുകയായിരിക്കും നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടത്. എന്നാൽ തന്നെ ആ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നും നടൻ പറയുന്നു. സിനിമ 50 കോടി ക്ലബിൽ കയറിയെന്നത് മൊത്തം കളക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നതെന്ന് നടൻ വ്യക്തമാക്കി. കേരളത്തിൽ നിന്ന് മാത്രം ചിത്രത്തിന് ലഭിച്ചത് ഏകദേശം 30 കോടിയോളം രൂപയാണ്. കേരളത്തിന് പുറത്തു നിന്നും നല്ല കളക്ഷൻ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കളക്ഷൻ മാത്രം 50 കോടിക്ക് മുകളിൽ വരും. കൂടാതെ OTT, സാറ്റലൈറ്റ്, ഓഡിയോ, ഡബ്ബിംഗ് തുടങ്ങിയവയിലെല്ലാം കൂടെ നല്ല വരുമാനം കിട്ടും. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നതുൾപ്പെടെയുള്ള നിർമ്മാതാക്കളുടെ ആരോപണങ്ങൾക്കെതിരെയാണ് കുഞ്ചാക്കോ ബോബൻ ശബ്ദമുയർത്തിയിരുന്നത്. കൂടാതെ പ്രതിഫലം വാങ്ങാതെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ ഒരുക്കമാണ്. തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നിർമ്മാതാക്കൾ തന്നെ എടുത്തോട്ടെ. എന്നാൽ OTT, സാറ്റലൈറ്റ് തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനം നിർമ്മാതാക്കൾ തനിക്ക് നൽകാൻ തയ്യാറാകുമോ? കുഞ്ചാക്കോ ബോബൻ ചോദിച്ചു. OTT, സാറ്റലൈറ്റ് ബിസിനസ്സുകൾ നടക്കാത്തതിന് കാരണക്കാർ നിർമ്മാതാക്കൾ തന്നെയാണെന്നും നടൻ കുറ്റപ്പെടുത്തി. വലിയ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച് കുറഞ്ഞ ബഡ്ജറ്റിൽ ചിത്രമെടുത്ത് ഡിജിറ്റൽ പാർട്ട്ണർമാരെ പറ്റിച്ചതാരെന്ന് നടൻ വിമർശിച്ചു. ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമുള്ള നടനെ വെച്ച് ആ പേര് പറഞ്ഞ് കച്ചവടം നടത്തിയും ക്വാളിറ്റിയില്ലാത്ത സിനിമകൾ ചെയ്ത് പറ്റിപ്പിന് ശ്രമിച്ചത് കൊണ്ടാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പടങ്ങൾ വാങ്ങാൻ തയ്യാറാകാത്തതെന്നും നടൻ ആരോപിച്ചു. കഴിഞ്ഞ മാസം 73 കോടി രൂപ മുതൽ മുടക്കിൽ 16 സിനിമകൾ ആകെ റിലീസ് ചെയ്തെന്നും അതിൽ തന്നെ തിയേറ്ററുകളിൽ നിന്ന് തിരികെ നേടിയത് 23 കോടി രൂപ മാത്രമായിരുന്നെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കിയിരുന്നു. ഈ അഭിപ്രായങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറന്നുപോകരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again. Creativity